ക്രിയേഷൻ, ഡിസെപ്ഷൻ ആൻഡ് സർവൈവൽ എന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഒരു 40 മിനിറ്റ്സ് ടോക്കിലായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബിഫോർ ഐ ഗെറ്റ് ഇൻ ടു ദ ടോക്ക്, ഞാൻ അതിൻ്റെ ടോക്കിൻ്റെ പ്രധാന അംശത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ TBJRAയിലാണ് വർക്ക് ചെയ്യുന്നത്. TBJRAയെ പറ്റി 2 വാക്ക്. TBJRA, ഞാൻ എൻ്റെ ഒരു ത്രൂ ഔട്ട് കെമിസ്ട്രി പഠിച്ച ഒരാളാണ്. അത് IITയിലും വിദേശത്തെ പഠനത്തിനുമൊക്കെ ശേഷം TBJRA ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഫീൽ ചെയ്തത്. പ്രധാനപ്പെട്ടൊരു കാരണം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാന ഉദ്ദേശം പലരും കണ്ടിട്ടുണ്ടാവും. ഒരു വിനോദസഞ്ചാര ഏരിയയിലേക്ക് പോകുന്നതിൻ്റെ ഒരു വഴിയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് പലരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ടുണ്ടാവും. പ്രധാന ഉദ്ദേശം വളരെ റെയറായിട്ടുള്ള, വളരെ അത്യപൂർവമായ സസ്യങ്ങളെ കൺസർവ് ചെയ്യുന്ന, അവരെ സംരക്ഷിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പ്രധാന ഉദ്ദേശം അതാണ്. ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 4800-5000-ഓളം വ്യത്യസ്തമായ സസ്യങ്ങൾ, സ്പീഷീസ് സസ്യങ്ങളെ സംരക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും ബൃഹത്തായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഈ ഓവർ ദ ഇയേഴ്സ് എന്നോട് പലരും ചോദിക്കും, ഇതൊരു ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇവിടെ സസ്യങ്ങളുടെ പഠനമാണ് നടക്കുന്നത്, ഇവിടെ ഒരു കെമിസ്ട്രിക്കാരൻ എന്താണ് ചെയ്യാനുള്ളത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു ലേമാൻസ് ക്വസ്റ്റ്യനാണത്. കെമിസ്ട്രിക്കാരന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സസ്യങ്ങൾ യഥാർത്ഥത്തിൽ വണ്ടർഫുൾ കെമിസ്റ്റാണ്. ഒരു മനുഷ്യന് ലാബിൽ ചെയ്യാൻ ഒരു കോമ്പൗണ്ട് നമുക്ക് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ എളുപ്പമായിട്ട് ഓൺ എ ഡേ ടു ഡേ ബേസിസ് പ്ലാന്റ്സ് ആർ സിന്തസൈസിങ് ന്യൂമറസ് മോളിക്യൂൾസ് ഇൻ ദെയർ സിസ്റ്റംസ്. പ്ലാന്റ്സ് എന്നുള്ള വണ്ടർഫുൾ കെമിസ്റ്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഈ ടോക്കിലേക്ക് വരാം. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്, നമ്മൾ കന്യാകുമാരി മുതൽ മഹാരാഷ്ട്ര വരെയുള്ള 6ഓളം സംസ്ഥാനങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഈ ഹിൽ ഏരിയയിൽ ഏകദേശം 7400-ഓളം വ്യത്യസ്ത ഇനം സസ്യങ്ങളാണുള്ളത്. അത് വേൾഡിലെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. പല ഹോട്ട്സ്പോട്ടുള്ളതിൽ ഒരെണ്ണം ഇതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഹോൾഡിങ് ന്യൂമറസ് വെരി റയർ സ്പീഷീസ്. ഇതിൽ ഈ 1400-ലേറെ സസ്യങ്ങൾ ഈ ഏരിയയിൽ മാത്രം കാണപ്പെടുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഹോട്ട്സ്പോട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കെമിസ്ട്രിക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചിത്രത്തിൽ കാണുന്ന ആ പ്ലാന്റ് വെസ്റ്റേൺ ഗട്ട്സിലെ അഗസ്ത്യമലയിലെ ഒരു ചെറിയ ലൊക്കാലിറ്റിയിലുള്ള ഒരു സസ്യമാണ്. വളരെ ചെറിയ ലൊക്കാലിറ്റിയിലുള്ള സസ്യമാണ്. ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലെ രാസവസ്തുക്കളെ, ഇതിലെ കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇനി കാണിക്കുന്ന 3-4 സ്ലൈഡ്സ് ശരിക്കും അതിൻ്റെ ഒരു കെമിസ്ട്രിയാണ്. ഇതിൽ വ്യത്യസ്തമായി ഈ കാണുന്ന തരത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യുന്നത്. ഇതിനെ ഞങ്ങൾ ഓരോ കോമ്പൗണ്ടായിട്ട് മാറ്റിയെടുക്കുന്നു. ഈ കോമ്പൗണ്ടിൻ്റെ ഞങ്ങളതിന് കെമിക്കൽ ടൈംസിൽ പറഞ്ഞ ഇതിൻ്റെ സ്പെക്ട്രമൊക്കെ എടുക്കുന്നു. എന്നിട്ട് ഈ കോമ്പൗണ്ട് എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ കോമ്പൗണ്ടുകൾ നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയുന്നു. ഏതാണ്ട് 35ഓളം കോമ്പൗണ്ടാണ് ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്തത്. അതിൽ 35-ൽ 4 ശാസ്ത്രത്തിന് പുതിയ അറിവാണ്. ഞങ്ങളതിന് ന്യൂ മോളിക്യൂൾസ് എന്ന് പറയും. പുതിയതായി കണ്ടെത്തിയ മോളിക്യൂൾസാണ് ഈ 35-ൽ 4. ഇങ്ങനെ മോളിക്യൂൾസ് വേർതിരിച്ചെടുത്താൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനം അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണോ, ആൻറ്റി ഡയബറ്റിക് ആണോ, ആൻറ്റി ക്യാൻസർ ആണോ എന്നുള്ള, അതിന് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അതിൻ്റെ അടുത്ത ഘട്ടം. അപ്പോൾ ഈ 35ഓളം കോമ്പൗണ്ടിനെ എല്ലാം തന്നെ ഞങ്ങൾ ഇതിന് ആൻറ്റി ക്യാൻസർ പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു. അതിൽ 2 നല്ല ആൻറ്റി ക്യാൻസർ പൊട്ടൻഷ്യൽ കാണിക്കുന്ന കോമ്പൗണ്ട്സാണ്. ഇതാണ് പ്രധാനമായും ഞങ്ങൾ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സിൽ ഒരു നല്ല പങ്കും സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചിട്ടുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളവയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ചിത്രത്തിൽ കാണുന്ന ഇതൊരു രാസവസ്തുവാണ്. ആർട്ടമിസിൻ എന്നതിന് പേര് പറയും. അത് ഞങ്ങൾ കെമിസ്ട്രിക്കാരുടെ ലാംഗ്വേജിൽ പറഞ്ഞ സെസ്ക്യൂ ടെർപ്പിൻ ലാക്ടോൺ ആണെന്ന് പറയും. ഇതിന് മലേറിയൽ പാരസൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും, ശരിക്കും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് എ ഡ്രഗ് അഗൻസ്റ്റ് മലേറിയ, എഫക്റ്റീവ് ഡ്രഗ് അഗൻസ്റ്റ് മലേറിയ, which has been discovered in 1972 by a Chinese lady from
ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ ലീഡ്സ്. നമ്മൾ ഇന്ത്യയിൽ ആയുർവേദം എന്ന് പറയുന്നത് പോലെ ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ വളരെ വളരെ സ്ട്രോങ് ആണ്. അതിൽ നിന്നും ഒരു പ്ലാന്റിൽ നിന്നും വേർതിരിച്ചെടുത്ത ഈ ഒരു മോളിക്യൂളിന് മലേറിയ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് അവരുടെ ഗവേഷണത്തിൽ കണ്ടെത്തി. അതിനാണ് 1972 ഈ കണ്ടെത്തൽ. പക്ഷേ 2015 നോബൽ പ്രൈസ് ഈ കണ്ടെത്തലിനാണ് കൊടുത്തത്. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ഇന്ത്യയിലെ ആയുർവേദം. പലപ്പോഴും നമ്മളതിനെ ഒരു മോഡേൺ മെഡിസിനിൽ ഒരു ക്രിറ്റിസിസം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് ഇല്ല എന്നതുകൊണ്ടാണ്. പലപ്പോഴും അത് നമ്മൾ ആധുനിക ശാസ്ത്രം പരിശോധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്രിറ്റിസിസം വരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതലായ പഠനങ്ങൾ ആയുർവേദിക് ഡ്രഗ്സിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി, ബിക്കോസ് ആയുർവേദിക് ഡ്രഗ്സ് ആർ റിയലി കോംപ്ലക്സ്, ദേ മിക്സ് ന്യൂമറസ് പ്ലാന്റ്സ് ആൻഡ് സെവറൽ പ്രോസസ്, ഒരുപാട് വ്യത്യസ്തമായ ഇനം പ്രോസസ്സിലൂടെയാണ് ഒരു ആയുർവേദിക് ഡ്രഗിലെത്തുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ സിനേറിയോയിൽ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ എഫക്റ്റ് ഉണ്ടാകുന്നതെന്ന് പലപ്പോഴും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓവർ 2000 years we have been using this for asthma or for diabetes or for other metabolic syndromes. പക്ഷേ നമ്മുടെ ഒരു മോഡേൺ സിനേറിയോയിൽ അത് പോരാ. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലായി നമുക്ക് ഹൈ പവർ ടെക്നിക്സ് ഉണ്ട് ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ വളരെ കോംപ്ലക്സ് ആയ ആയുർവേദിക് സിസ്റ്റംസിൽ പോലും നമുക്കിപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു സയൻസിലേക്ക് കടക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് TBJR യഥാർത്ഥത്തിൽ സസ്യങ്ങളെ, അത്യപൂർവ സസ്യങ്ങളെ കൺസർവ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ഓരോ ചെടിക്കും അതിൻ്റേതായ ഒരു കഥയുണ്ട്. അതിലൊരു ചെറിയ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക് ഞാൻ കൊടുത്തപ്പോൾ കോയ് സാറിനോട് ചോദിച്ചു, ഇതിൽ ഡിസെപ്ഷൻ എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ ഈ ടോക്കിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് അതിന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ബൈബിളിലേക്ക് നോക്കിയാൽ ബൈബിളിലെ ഫസ്റ്റ് വേഴ്സ് തന്നെ ജെനസിസ് 1:1, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ, ഈ ഒരൊറ്റ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ ഇതിൽ 4-5 വ്യക്തമായ ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഇൻ ദ ബിഗിനിങ്, എല്ലാത്തിൻ്റെയും ആദിയിൽ. അത് ഞാൻ കുറച്ച് വായിക്കാൻ ശ്രമിച്ചു. അതിലൊരു ടൈം സ്കെയിൽ ഇല്ല. ഇറ്റ്സ് റിയലി എ ഡിവൈൻ സ്പിരിച്വൽ കോൺസെപ്റ്റ് ലൈക്ക് ബിഗിൻ ദ ബിഗിനിങ്. എവറിത്തിങ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ ഗോഡ്. സെക്കൻഡ് പോയിന്റ്, ഗോഡ്. അഗെയിൻ വളരെ ദിവ്യമായ ഒരു കോൺസെപ്റ്റാണ് ഗോഡ്. ക്രിയേഷൻ, എവറിത്തിങ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ഇൻ ദ ബിഗിനിങ് ബൈ ഗോഡ്. ആൻഡ് സ്പെസിഫിക്കലി സേസ് ഹെവൻസ് ആൻഡ് ദ എർത്ത്. ഹെവൻസ് ആൻഡ് ദ എർത്ത്. നമ്മളതൊന്ന് പരിശോധിച്ചാൽ ഈ ആദ്യം കാണുന്ന ഈ ഹെവൻസിന് ഞാൻ അല്പം ഒരു എക്സ്പ്ലനേഷൻ തരാം. നമ്മൾ ഈ ഹെവൻസ് എന്ന് പറയുന്നത്, ഞാനതിനെ യൂണിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ പെർസെപ്ഷനുള്ള യൂണിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡയമെൻഷൻ പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ക്രിയേഷൻ്റെ റിയൽ മാഗ്നിറ്റ്യൂഡ്. നമ്മൾ അധിവസിക്കുന്ന എർത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് 12,742 കിലോമീറ്റേഴ്സാണ്. മറിച്ച് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സാണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ലൈറ്റിന് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരമാണ്. ലൈറ്റ് ട്രാവൽസ് റിയലി ഫാസ്റ്റ്. 3 × 10⁸ ആണ് അതിൻ്റെ സ്പീഡ്. സൗണ്ടിനെ അപേക്ഷിച്ച് ലൈറ്റ് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മീഡിയമാണ്. അത് ഒരു വർഷത്തിൽ ലൈറ്റ് എത്ര സഞ്ചരിക്കും? 93 ബില്യൺ ഇയേഴ്സ്. സോ നമ്മുടെ എർത്ത് കമ്പയർഡ് ടു ദ ഹോൾ യൂണിവേഴ്സ് ഈസ് so small. അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഈസ് അബൌട്ട് 70 ട്രില്യൺ ടൈംസ് ലാർജർ. ഈ ബില്യൺ, ട്രില്യൺ ഒക്കെ വലിയ നമ്പേഴ്സാണ്. യു ഹാവ് നമ്പർ ഓഫ് സീറോസ് ഇൻ ദാറ്റ്. അപ്പം നമ്മൾ ഭൂമിയിൽ വളരെ ചെറിയ ഈ യൂണിവേഴ്സിലുള്ള ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റിലാണ് മനുഷ്യൻ വസിക്കുന്നത്. ഒന്നുകൂടെ, ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതിൽ 4 ബിഗിനിങ്, ഗോഡ്, ക്രിയേഷൻ ആൻഡ് ഹെവൻസ് ഈസ് ഡിവൈൻ. മനുഷ്യൻ്റെ പെർസെപ്ഷൻ വളരെ വളരെ ബൃഹത്തായ കോൺസെപ്റ്റുകളാണെന്നാണ്
എൻ്റെ ഒരു ധാരണ. നമുക്കിതിൽ കുറച്ചെങ്കിലും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, സാധിച്ചിട്ടുള്ള ഒരു കാര്യം ഭൂമിയാണ്. അത് ഈ യൂണിവേഴ്സിലെ വളരെ വളരെ ചെറിയ ഒരു ഡോട്ട് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഒരു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഇത് വലിയ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഡിവൈൻ കോൺസെപ്റ്റാണ്. ആദിയിൽ ഈ കംപ്ലീറ്റ് യൂണിവേഴ്സ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ ഗോഡ്. അതിലെ എല്ലാ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. നമ്മളിൽ നിന്ന് മനുഷ്യൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നാൽ, മനുഷ്യൻ എന്ത് മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പറയും ബിഗ് ബാങ്ങിലൂടെ 13 billion years ago എർത്ത് ഹാസ് ബീൻ ക്രിയേറ്റഡ്. 4.5 billion years ago ആണ് ഭൂമി ഉണ്ടാകുന്നത്. ഞാൻ വളരെ പെട്ടെന്നിലേക്ക് വരാം. 4.5 billion years ആണ്. വെള്ളവും അതിലാദ്യ കാലത്ത് ജീവജാലങ്ങൾ ഉണ്ടാകുന്ന ഇതൊക്കെ വളരെ വലിയ മാഗ്നിറ്റ്യൂഡുള്ള ബാക്കിലേക്കുള്ള സമയങ്ങളാണ്. ആ എയർലി പ്ലാന്റ്സിൻ്റെ ക്രിയേഷൻ 515 million years ഒക്കെയാണ്. അതിൽ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതിന് ഇവർ ബോട്ടണി പഠിക്കുന്നവർ പറയുന്നത് ആൻജിയോസ്പേംസ് എന്ന് പറയും. ജിംനോസ്പേംസ് എന്ന് പറയുന്ന മറ്റു ഗ്രൂപ്പുണ്ട്. നമ്മളിതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ആൻജിയോസ്പേംസ് 140 million years മുമ്പ്. മനുഷ്യൻ വളരെ അടുത്ത കാലത്താണ് ഈ ടൈം സ്കെയിൽ. ഇറ്റ്സ് ഓൺലി 2.8 million years ago മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത്. ഇപ്പോൾ എർത്തിൻ്റെ ഒരു ഹോളിസ്റ്റിക് കാലാവധി നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ വളരെ അടുത്ത കാലത്താണ് ഭൂമിയുടെ സർഫസിൽ വന്നത്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് 84.8 million years ago ചില സസ്യങ്ങളിൽ അത്യപൂർവമായ ചില മാറ്റങ്ങൾ സംഭവിച്ചു. അതിൻ്റെ കഥയാണ്, അതൊന്ന് വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ 4.5 billion years മുമ്പ് ഫോം ചെയ്ത എർത്തിൽ ഫ്ലവറിങ് പ്ലാന്റ്സ്, ഇൻസെക്ട്സ് വരുന്നത് 400 million years മുമ്പാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് അതിന് ശേഷമാണ്. മനുഷ്യൻ വളരെ അടുത്ത കാലത്താണ്. ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് വന്നതിന് ശേഷം 140 million years മുമ്പ് ഫ്ലവറിങ് പ്ലാന്റ്സ് വന്നതിന് ശേഷം 84.8 million years ago അതിൽ ഒരു കൂട്ടം ചെടികൾ വളരെ സിഗ്നിഫിക്കൻ്റായ ഒരു ട്രാൻസിഷൻ അവർക്കുണ്ടായി, ഒരു എവല്യൂഷണറി അഡാപ്റ്റേഷൻ അവർക്കുണ്ടായി. അതാണ് ഞാൻ പറയാൻ പോകുന്ന കഥ. അപ്പോൾ ഈ ഇൻസെക്ട്സും പ്ലാന്റ്സും വളരെ വളരെ പരസ്പരം സഹകരിച്ചു പോകുന്ന ആൾക്കാരാണ്. കാരണം ഇൻസെക്ട്സ്, പ്രാണികൾ വന്നിട്ടാണ് ഈ ഫ്ലവേഴ്സിൽ നിന്ന് പോളൻ എടുത്ത് അത് മറ്റൊരു പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭൂമി റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പോളിനേഷൻ എന്ന് നമ്മൾ പറയും. സീഡ്സ്, ഫ്രൂട്ട്സ് ആർ പോളിനേഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന ഇൻസെക്റ്റിന് എന്ത് കിട്ടും? ഇൻസെക്റ്റിന് കിട്ടുന്നത് ഇതിൽ നെക്ടറാണ്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നെക്ടറും പോളനുമാണ് കിട്ടുന്നത്. നെക്ടർ, നമ്മൾ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ന്യൂട്രീഷ്യസ്, ഞാൻ ഈ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ അവർ പറയും നിങ്ങൾ ന്യൂട്രീഷ്യസ് റിച്ച് ഫുഡ് കഴിക്കണം, പ്രോട്ടീൻ റിച്ച്, അമിനോ ആസിഡ് റിച്ച് ഫുഡ് കഴിക്കണം എന്ന് പറയും. ഈ നെക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഈ ഫ്ലവറിൽ കാണുന്ന നെക്ടർ എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ കെമിസ്ട്രി പരിശോധിച്ചാൽ ഇറ്റ് ഈസ് റിയലി എ ന്യൂട്രീഷ്യസ് ഫുഡ്, പർട്ടിക്കുലർലി ഫോർ ദ ഇൻസെക്ട്സ്. അതിൽ ഷുഗേഴ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഇൻസെക്റ്റ് വന്ന് ഒരു ഫ്ലവറിലേക്ക് വരുമ്പോൾ ഇൻസെക്റ്റിന് ഈ നെക്ടർ കിട്ടും, അതിൻ്റെ ഫുഡാണ്. അറ്റ് ദ സെയിം ടൈം പ്ലാന്റിന് ഇതിൻ്റെ പോളൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് എർത്തിന് റൺ ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ നോർമൽ നോം. ഇതാണ് ഇൻസെക്റ്റും പ്ലാന്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ. അപ്പോൾ 84.8 million years ago ഭൂമിയിലുള്ള, ഇപ്പം നമ്മൾ കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 3,52,000 ഡിഫറെൻറ്റ് ഫ്ലവറിങ് സ്പീഷീസാണ് ഭൂമിയിലുള്ളത്. 3,50,000-ലേറെ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മുടെ ഭൂമിയിലുണ്ട്. അതിൽ ഞാൻ പറയാൻ പോകുന്നത് ഏകദേശം 800ഓളം ഫ്ലവറിങ് പ്ലാന്റ്സിൽ, സ്പീഷീസ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ആ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിലൊരു ജനറ്റിക് ചേഞ്ച് ഉണ്ടായി. ആ ജനറ്റിക് ചേഞ്ചിലൂടെ, ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ നമ്മൾ സ്കൂൾ ടൈമിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ലീഫിൻ്റെ അറ്റത്ത്, അതിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു ട്രാപ്പ് പോലെ അവർ ഫോം ചെയ്യുകയാണ്. ലീഫിൻ്റെ അറ്റത്തൊരു ട്രാപ്പ് പോലെ ഫോം ചെയ്യുകയാണ്. ഇതൊരു ഹ്യൂജ് അഡാപ്റ്റേഷനാണ്. ആ ട്രാപ്പ് ഫോം ചെയ്യുന്നത് ഒരു ജനറ്റിക് മോഡിഫിക്കേഷനിലൂടെയാണ്. ഈ ട്രാപ്പിൻ്റെ ഉദ്ദേശം ആ ട്രാപ്പിലൂടെ പ്രാണികളെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ ട്രാപ്പ് ഫോം ചെയ്യുകയാണ്.
അതാണ് അതിലേറ്റവും. ഇപ്പം ഭൂമിയിലാകെയുള്ളത് 352,000 ഡിഫറെൻറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അതിൽ ജസ്റ്റ് 850 സ്പീഷീസ് ആർ കാർണിവോറസ് പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിനെ നമ്മൾ പറയുന്ന കാർണിവോറസ് പ്ലാന്റ്സ് ബിക്കോസ് ദേ ഡു സംതിങ് വെരി സ്പെഷ്യൽ. ദേ ക്യാപ്ചർ ഇൻസെക്ട്സ്, ദേ അട്രാക്ട് ഇൻസെക്ട്സ്, ക്യാപ്ചർ ദം, kill them and digest them and take the nutritious material out of these insects. ഇത് പ്രകൃതിയുടെ നോർമൽ ഫ്ലോയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സോ പ്ലാന്റ് കാർണിവോറി എന്ന് പറഞ്ഞാൽ ഈ സസ്യങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ദേ അട്രാക്ട്, ക്യാച്ച്, കിൽ ആൻഡ് ഡൈജസ്റ്റ് ഇൻസെക്ട്സ് ടു ഒബ്റ്റെയിൻ ന്യൂട്രിയൻ. ഇതൊക്കെ ഒരു ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടുള്ള, ഫുഡിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റാണ് അൾട്ടിമേറ്റ്ലി. ഒരു ഫ്ലവറിലേക്ക് ഒരു ഇൻസെക്റ്റ് വരുന്നത് എന്തിനാണ്? അതിൻ്റെ ഒരു ഫുഡ് കിട്ടുക, ന്യൂട്രിയൻസ് കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇത് നേരെ തിരിച്ചിട്ട് ആ ഫ്ലൈ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഇൻസെക്റ്റിനെ ക്യാപ്ചർ ചെയ്ത് അതിൽ നിന്ന് ന്യൂട്രിയൻസ് ഡൈജസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഹ്യൂജ് എവല്യൂഷണറി അഡാപ്റ്റേഷൻ ഹാസ് ഹാപ്പൻഡ് 84.8 മില്യൺ ഇയേഴ്സ് അഗോ ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന കഥ. ഇതിലൊരു വലിയ കോൺട്രഡിക്ഷൻ ഉണ്ട്. ഈ കോൺട്രഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസെക്ട്സിന് രണ്ട് മേജർ കേപ്പബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, ഇൻസെക്ട്സ് ദേ ഹാവ് എ ബ്രെയിൻ. അവർക്കൊരു റിയൽ ടൈനി ബ്രെയിൻ കമ്പയർഡ് ടു ഹ്യൂമൻ ബ്രെയിൻസ്, ബട്ട് ദേ സ്റ്റിൽ ഹാവ് എ ബ്രെയിൻ. ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള ബ്രെയിൻ ഉണ്ട്, സെൻസസ് ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദേ ഹാവ് ദ കേപ്പബിലിറ്റി ടു മൂവ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഒരു ട്രാജിക് സിനേറിയോയിൽ, ഒരു ക്രിട്ടിക്കൽ സിനേറിയോ, ദേ ക്യാൻ ഫ്ലൈ അവേ. ഇഫ് ഐ ഗെറ്റ് ഇൻഫെക്ഷൻ, ഐ ക്യാൻ ഗോ ടു എ ഡോക്ടർ. ഐ ക്യാൻ ഗോ ടു എ ഡോക്ടർ and get a medicine. But എൻ്റെ വീട്ടിന് മുന്നിൽ നിൽക്കുന്ന ഒരു പ്ലാന്റിന്, ഇറ്റ്സ് നോട്ട് ഗോയിങ് എനിവെയർ. ഇഫ് ഇറ്റ് ഗെറ്റ്സ് എ ഫംഗൽ ഇൻഫെക്ഷൻ, എ മൈക്രോബിയൽ ഇൻഫെക്ഷൻ, ഇറ്റ് ഇസ് സ്റ്റാൻഡിങ് ദെയർ ആൻഡ് ഡിഫെൻഡിങ് ഇറ്റ് സെൽഫ്. ദാറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ പറക്കാൻ ശേഷിയുള്ള ഇൻസെക്റ്റിനെ അവിടെ തനിയെ നിൽക്കുന്ന, അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ക്യാപ്ചർ ചെയ്യുകയാണ്. ഇറ്റ്സ് അട്രാക്ടിങ് ഇറ്റ്, ക്യാപ്ചറിങ് ഇറ്റ്, ആൻഡ് ദെൻ it is finally being killed and digested, and the nitrogenous material is being taken into the plant system so that they survive in nutrient poor soils. ഈ ചെടികൾ കാണുന്നത് ന്യൂട്രിയൻസ് വളരെ കുറവുള്ള സോയിലാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കഥ. വളരെ അത്യപൂർവമായി ഭൂമിയിൽ വളരെ ചുരുക്കം ചെടികൾ കാണിക്കുന്ന ഒരു എവല്യൂഷണറി അഡാപ്റ്റേഷൻ്റെ കഥയാണ് ഈ പറയുന്നത്. ഇതിൻ്റെ റിയൽ സ്റ്റാർട്ട് ആരംഭിക്കുന്നത് ഡാർവിനിൽ നിന്നാണ്. ചാൾസ് ഡാർവിൻ 150 years back, he has written the book Insectivorous Plants, where he has observed, ആ ചിത്രം കാണുന്നത്, ആ ബുക്കിൻ്റെ ഫ്രണ്ട് കവർ ചിത്രം ഡ്രൊസേറയാണ്. അതൊരു ടൈപ്പ് ഓഫ് കാർണിവോറസ് പ്ലാന്റ്. അതിന് ടെൻറ്റക്കിൾസ് ഉണ്ട്, സ്റ്റിക്കി ടെൻറ്റക്കിൾസ് ആണ്. അവിടെ പ്രാണികൾ വന്നു കഴിഞ്ഞാൽ ദേ ക്യാപ്ചർ ഇറ്റ്, അൾട്ടിമേറ്റ്ലി ദേ ക്യാപ്ചർ ഇറ്റ് ആൻഡ് ഡൈജസ്റ്റ് ദം വിത്ത് ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെടികളെ ഒന്ന് പരിചയപ്പെടുത്താം ചില ചിത്രങ്ങളിലൂടെ. ഇതാണ് ഇതിലേറ്റവും ഞാൻ കൂടുതൽ പറയാൻ പോകുന്ന നെപ്പന്തസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കാർണിവോറസ് പ്ലാന്റ്സിനെ പറ്റി ആയിരിക്കും. ദിസ് ഇസ് നെപ്പന്തസ് രാജ, ദ ലാർജസ്റ്റ് ട്രാപ്പ്. ഇറ്റ് ഹാസ് ദ ലാർജസ്റ്റ് ട്രാപ്പ്. ഏറ്റവും വലിയ ട്രാപ്പാണ്, ഇന്ത്യയിലുള്ളതല്ല. ദിസ് ഇസ് ഇൻ ബോണിയോ റീജിയനിലുള്ളതാണ്. ദിസ് ഇസ് നെപ്പന്തസ് അറ്റൻബറോയി. ദ ട്രാപ്പ് ഇറ്റ് സെൽഫ് ഇസ് ആസ് ബിഗ് ആസ് ആൻ അമേരിക്കൻ ഫുട്ബോൾ. And this is named after David Attenborough, the BBC broadcaster David Attenborough. So ഈ പ്ലാന്റ്സ് ഒട്ടുമുക്കാലും IUCN ത്രെട്ടൺ ലിസ്റ്റിലുള്ളതാണ്. കാരണം ഇവയൊക്കെ ഹ്യൂമൻ എക്സ്പാൻഷനിൽ നശിച്ചു പോകാൻ സാധ്യതയുള്ള പ്ലാന്റ്സ് ആയിട്ട് എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളവയാണ്. മറ്റൊന്ന്, ദിസ് ഇസ് നെപ്പന്തസ് ട്രിങ്കേറ്റ. ഈ പിക്ചർ ഞാൻ എടുത്തത് TBJRA കൺസർവേറ്ററിയിൽ നിന്നാണ്. ദിസ് ഇസ് എ വെരി ന്യൂലി ഡിസ്കവേർഡ് സ്പീഷീസ് ഫ്രം, I think it is from Malaysia, which is discovered last year, which is again a Nepenthes new species, Nepenthes pongoides. And so still it is going on. New species, carnivorous plant species are being discovered primarily from, and the center of origin is Borneo, Philippines and Indonesia. And India has only one native species. ഇന്ത്യയിൽ ഇത് ഒരൊറ്റ ഇനമേ ഉള്ളൂ. അത് മേഘാലയയിലെ ഖാസി ഹിൽസിലാണ്. പക്ഷേ TBJRA ഇതുണ്ട്. For last 30 years, 30 plus years, TBJRA has this particular species. That's the significance of Botanic Garden, where they conserve unusual species of plants. Very rare plant species are being conserved in TBJRA. So ഞങ്ങൾ, being chemist,
We do not know about the botanical aspects of these plants, and we are not prepared to go to Meghalaya every time for an experiment. So it is just 200 meters away from our lab. We get these traps. So we have decided to look into this. ഇതിൻ്റെ ഒരു കെമിസ്ട്രി കുറച്ചുകൂടെ പിക്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് ഓസ്ട്രേലിയൻ പിച്ചർ പ്ലാന്റ് ആണ്. ഇതും പിച്ചർ ട്രാപ്പ് ഏതാണ്ട് സിമിലർ മോർഫോളജി ഉള്ളതാണ്. ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് അമേരിക്കനാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ലോബ്സ് ക്ലോസ് ചെയ്തിട്ടാണ് ഇത് പ്രാണികളെ ക്യാപ്ചർ ചെയ്യുന്നത്. ഒരു പ്രാണി ഇതിൻ്റെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആ ലോബ്സ് ഫൈനലി ക്ലോസ് ചെയ്യും. ദി ഇൻസെക്ട് ഈസ് ബീങ് ട്രാപ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ബീങ് ടേക്കൺ ഇൻ, ഡൈജസ്റ്റഡ് ആൻഡ് ടേക്കൺ ഇൻ. ആൻഡ് ദിസ് ഇസ് ഡ്രോസേറ. ഇതാണ് ഡാർവിൻ പറഞ്ഞ ഒറിജിനൽ ഡ്രോസേറ. സോ ഇങ്ങനെ പല ഇനത്തിലുള്ള ചെടികൾ, ഒരു വളരെ ചെറിയ എണ്ണം 850ഓളം ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത് അഡാപ്റ്റഡ് ടു ദിസ് സിനേറിയോ 84.8 മില്യൺ ഇയേഴ്സ് അഗോ. അന്ന് ഭൂമിയുടെ സർഫസിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 1000 to 2000 ppm. ഇപ്പോൾ അത് 424 ആണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അന്ന് ഇതിലും കൂടുതലായിരുന്നു. വളരെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നിൽക്കുമ്പോഴാണ് ഈ അഡാപ്റ്റേഷൻ നടക്കുന്നത്. ഇനി ഞങ്ങൾക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധം എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ശരിക്കും ഒരു പ്ലാന്റ് കണ്ടാൽ, ഇതിൽ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കണ്ടാൽ ഇതിലെന്ത് രാസവസ്തുക്കളുണ്ടെന്ന് പരിശോധിക്കുകയാണ് ഞങ്ങളുടെ പ്രധാന കടമ. അപ്പം ഞങ്ങളിത് ആദ്യം 2008 ഇത് ലാബിൽ ഇതിൻ്റെ ഒരു കെമിക്കൽ ടെസ്റ്റിങ്ങിനായിട്ട് കൊണ്ടുവന്നു. അതിങ്ങനെ തുടരുന്ന സമയത്ത് എനിക്കൊരു പ്രോജക്റ്റ് സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ഒരു 3 months പ്രോജക്റ്റിന് വന്നൊരു കുട്ടി. ഒരു ദിവസം രാവിലെ ഞാൻ ലാബിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന ട്രാപ്പ്, ഈ ട്രാപ്പ് ഞാൻ ലാബിലുള്ള HPTLC എക്യുപ്മെൻ്റ് UV ഡോക്യുമെൻറ്റിംഗ് ചേംബറിലേക്ക് വെച്ച് നോക്കിയിരുന്നു. ജസ്റ്റ് ഓഫ് ക്യൂരിയോസിറ്റി he put this trap onto the UV light source in the lab, and he has seen something special. Something special means അതിൻ്റെ ടോപ്പ് പോർഷനിൽ, അതിൻ്റെ ടോപ്പ് പോർഷനിൽ, റൗണ്ട് പോർഷനിൽ we have seen a blue ring. He told me, ഞങ്ങൾ രാവിലെ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു ബ്ലൂ റിങ് അവിടെ കണ്ടു. ഇതാണ് ആ ബ്ലൂ റിങ്. ഇറ്റ്സ് എ വെരി ഇലൂമിനേറ്റിംഗ് സിനാരിയോ, ലൈക്ക് എ സർപ്രൈസിങ് സ്ട്രൈക്കിംഗ് ബ്ലൂ ലൈറ്റ് വാസ് ഓബ്സൈഡ് ഓൺ ദ ടോപ്പ് പോർഷൻ. അതിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗം, സാധാരണ നമ്മൾ ഫീൽഡിൽ പോയാൽ കാണുന്ന വ്യൂ ആണ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. പക്ഷേ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത്, ഇതിനകത്തൊരു അല്പം അൾട്രാവയലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് എ സ്ട്രോങ് ബ്ലൂ ലൈറ്റ് എമിഷൻ ഫ്രം ദ ലാൻഡിങ് സ്പോട്ട്, ഓൺലി ഫ്രം ദ ലാൻഡിങ് സ്പോട്ട്. നമ്മൾ പുറത്ത് നോക്കിയാൽ ആ ട്രാപ്പിൽ ഇൻസെക്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന സ്പോട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്താ ചെയ്യുക, ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുക. നമ്മൾ ഫീൽഡിൽ പോയി ഇതേ ടൈപ്പിലുള്ള പല ട്രാപ്പുകൾ കളക്ട് ചെയ്തു. എല്ലാത്തിലും ഇത് ശരി തന്നെയാണ്. അപ്പം ഞങ്ങൾക്കവിടെ വേറൊരു കൺസർവേറ്ററി ഉണ്ട്. ഇത് ഒരൊറ്റ ഇന്ത്യൻ പിച്ചർ പ്ലാന്റ് ആണ്. ആ സെക്കൻഡ് കൺസർവേറ്ററി, അവിടെ വേറൊരു എക്സ്പേർട്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, ഡോക്ടർ സതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 14ഓളം ഇതേ ടൈപ്പിലുള്ള മറ്റ് സ്പീഷീസിലുള്ള പ്ലാന്റ്സ് അവിടെ കൺസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇവയെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതേ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കി. ഇറ്റ്സ് റിയലി സ്ട്രൈക്കിംഗ് ദാറ്റ് എവറി പ്ലാന്റ്, എവറി സ്പീഷീസ് ഹാസ് ദിസ് ബ്ലൂ എമിഷൻ. ഇവയിലെല്ലാം മുകളിൽ ഈ ബ്ലൂ ലൈറ്റ് എമിഷനുണ്ട്. അപ്പം ഞങ്ങൾക്കിത് വളരെ ഒരു പുതിയ കാര്യമായിട്ട് തോന്നി. ഞങ്ങളുടെ വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമേ അല്ല, ബട്ട് ഇറ്റ്സ് ആൻ ഒബ്സർവേഷൻ. അപ്പം ഞങ്ങളൊരു ദിവസം ഈ ഇതിൽ വർക്ക് ചെയ്യുന്നൊരു എക്സ്പേർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ സതീഷ് എന്ന് പറയുന്ന സാറിനെ ഞങ്ങളുടെ ലാബിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഈ ബ്ലൂ ലൈറ്റിൻ്റെ ഒബ്സർവേഷൻ അദ്ദേഹത്തെ കാണിച്ചു. ചോദിച്ചു, ഇത് അദ്ദേഹം ഇതിൽ വർക്ക് ചെയ്യുന്ന 30ഓളം വർഷം വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇത് നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നോ, ദിസ് ഇസ് സംതിങ് ന്യൂ. So this is there in every plant. അപ്പോൾ ഇത് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഫ്രം ഒരു അമേരിക്കൻ കൺസർവേറ്ററിൽ നിന്നാണ്, നെപ്പന്തസ് ഹൈബ്രിഡ്. സോ ഇറ്റ്സ് റിയലി യൂണിവേഴ്സൽ. എവറി നെപ്പന്തസ് പ്ലാന്റ് ഇസ് ഗ്ലോയിങ് അറ്റ് ദ ഇൻസെക്ട് ലാൻഡിങ് പോർഷൻ. ദാറ്റ് ഈസ് ഒബ്സർവേഷൻ. അപ്പം ഞങ്ങൾ ഒരുപാട് പിക്ചേഴ്സ് ഇതിൻ്റെ ഓൺലൈനിൽ, വെബിൽ, അതിനുശേഷം ഞങ്ങളത് എങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ദർ ആർ ലോട്ട് ഓഫ് റിപ്പോർട്ട്സ് ഓൺ ദ നെറ്റ്. അപ്പം ഞങ്ങളിത് ഒബ്സർവ് ചെയ്തതിന് ശേഷം, ഇത് ഓസ്ട്രേലിയൻ പിച്ചർ പ്ലാന്റ് ആണ്, അതിലും ഉണ്ട് ആ ബ്ലൂ കളർ. ദിസ് ഇസ് ബ്രസീലിയൻ വിച്ച് ഓൾസോ ഹാസ് ദിസ് ബ്ലൂ കളർ. സോ മോസ്റ്റ് കാർണിവോറസ് പ്ലാന്റ്സ് ആർ എമിറ്റിംഗ് എ ബ്ലൂ ലൈറ്റ് ഇൻ ദ ലാൻഡിങ് സ്പോട്ട്സ്. ഇത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്
ഞങ്ങളുടെ ഒരു പ്രധാന വർക്കല്ല, ഇതൊരു ഇക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. പ്രധാന വർക്ക് അല്ലാത്തത് കൊണ്ട് ഞങ്ങളിതൊരു ഷോർട്ട്, സാധാരണ ഞങ്ങളൊരു പീസ് ഓഫ് കറക്റ്റ് ഡേറ്റ വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നൊരു ഡേറ്റ വന്നു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് നോർമലി പബ്ലിഷ് ദിസ് ഇൻ ജേണൽസ്, റിസർച്ച് ജേണൽസ്. അപ്പം ഞങ്ങളിതൊരു ചെറിയ ഷോർട്ട് സ്റ്റോറി ആയിട്ട് എഴുതി, കമ്മ്യൂണിക്കേഷനായിട്ട് എഴുതി ഒരു ജർമ്മൻ ജേണലിൽ പബ്ലിഷ് ചെയ്തു. പ്ലാന്റ് ബയോളജി എന്നൊരു ജേണലിൽ ഇത് പബ്ലിഷ് ചെയ്തു. ഓൺലി പോയിന്റ് ഇസ്, വാട്ട് വി വാണ്ടഡ് ടു സേ ഇസ്, there is a striking blue emission from the landing spot of these carnivorous plants. That was real new observation. In 3 days after publication, BBC ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. They wanted to make a story out of it. So BBC has done a story. And after that, it has gone to National Geographic, Smithsonian Magazine, Der Spiegel, French magazines world over. The discovery of blue light emissions from these carnivorous plants. ഞാൻ അതിൽ ചില റിപ്പോർട്ട്സ് കാണിക്കുകയാണ്. This is in BBC, this is in National Geographic, this is in Smithsonian Magazine, this has gone everywhere. ഇത് ഡേവിഡ് അറ്റൻബറോ ഞങ്ങൾക്ക് എഴുതിയ ഒരു ലെറ്ററാണ്. When we do a next documentary, we will include your fascinating findings on carnivorous plants. He is still there. I think he was 91 years old when he has written this particular write-up in 2017. It's very difficult to read. So this is in books. ഈ ബുക്കിൻ്റെ ടൈറ്റിൽ, ഈ ബുക്ക് ഇതൊരു ബ്രിട്ടീഷ് ബുക്കാണ്. ഓതർ എഴുതിയ മാർട്ടിൻ സ്റ്റീവൻസ് എഴുതിയ ബുക്കാണ്. ഇതിൽ അദ്ദേഹം നമ്മളോട് ഇതിൻ്റെ ഡേറ്റ ചോദിച്ചു. ആ ബുക്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദി ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ഇസ് ചീറ്റ്സ് ആൻഡ് ഡിസീറ്റ്സ്. ഇതൊരു ഡിസെപ്ഷനാണ് നേച്ചറിൽ. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്കത് വ്യക്തമാക്കാൻ പറ്റും. ഇത് ശരിക്കും ഈ ലൈറ്റിലൂടെ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതിലേക്ക് ഞാൻ ഒന്നുകൂടെ വരാം. അപ്പോൾ ശരിക്കും ഈ ലൈറ്റിൽ ഒരു അട്രാക്ഷനിലൂടെ ഇൻസെക്റ്റ് വന്നാൽ, ഈ ട്രാപ്പിലേക്ക് വന്നാൽ, ഇൻസെക്റ്റ് ഗെയിൻസ് നത്തിങ് ബേസിക്കലി. അതാണ് ഞാൻ പറയാൻ പോകുന്ന ഡിസെപ്ഷൻ്റെ കോൺസെപ്റ്റ്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ദിസ് വാസ് അവർ ഫസ്റ്റ് ഫൈൻഡിങ് വിച്ച് ഹസ് ഗോൺ എവരിവെയർ ഇൻ ദ ഗ്ലോബ്. ദിസ് ഇസ് ദ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എക്കോളജിയുടെ വെബ്സൈറ്റാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്നൊരു ഹൈബ്രിഡിൽ അവർ ആ ബ്ലൂ ഫ്ലൂറസൻസ് കാണിക്കുന്നതാണ്. In Guinness Book of World Records in 2017 and 2023. So we have a discovery, and this we can see in Netflix, in the Netflix documentary, which is Night on Earth. Episode Jungle Nights, there is a 3 minutes video on this, a documentary on this, including this, and it is also coming up in BBC Next Planet Earth sequence. So this has gone everywhere. And അതിനോടൊപ്പം തന്നെ ഇതിന് പല ചോദ്യങ്ങൾ this was in 2013. Last 12 years, people from different frontiers asked me numerous questions on this. Like, how significant is this visual effect in the field? ഇത് അൾട്രാവയലറ്റ് ലൈറ്റ് കൊടുക്കുമ്പോഴാണ്. നമ്മൾ നോർമലി കണ്ടാൽ ഈ ബ്ലൂ കാണത്തില്ല. നമ്മൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ, നോർമൽ സൺലൈറ്റ് ഹാസ് അൾട്രാവയലറ്റ്, നൈറ്റിൽ റിഫ്ലക്റ്റീവ് അൾട്രാവയലറ്റ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രധാനപ്പെട്ട റിസർച്ച് ഏരിയ അല്ല. പക്ഷേ ഒട്ടുമുക്കാൽ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ ഈ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ആൻസർ ചെയ്യുന്നു. അവർ ചോദിക്കുന്ന ഇൻപുട്സ് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ആൻഡ് ഓൾ ദീസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ്, ഞങ്ങൾ വളരെ ആക്സിഡൻ്റലായിട്ട് കണ്ടെത്തിയ ഒരു കാര്യമാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ്, രണ്ടാമത്തെ പോയിന്റ്, ഇതിലേക്ക് ഞാൻ ഒന്നുകൂടെ മടങ്ങി വരാം. സെക്കൻഡ് പോയിന്റ് ഈസ്, നമ്മൾ ഫീൽഡിൽ ചെന്നിട്ട് ഈ ട്രാപ്പിൽ ഇത് ആദ്യം തുറക്കത്തില്ല. ഇന്ത്യൻ പിച്ച പ്ലാന്റ് ആണെങ്കിൽ ഇത് 2-3 ആഴ്ച ഇത് ഗ്രോ ചെയ്ത് സീൽഡ് ആയിരിക്കും, എയർ സീൽഡ് ആയിരിക്കും, എയർ കിടക്കാൻ പോലെ സീൽഡ് ആയിരിക്കും. അത് 2-3 ആഴ്ച ഗ്രോ ചെയ്തതിന് മാത്രം ഒരു പ്രേ ക്യാപ്ചർ റെഡി ആകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ലിഡ് തുറക്കത്തുള്ളൂ. സോ അതിൻ്റെ താഴെ 1/3 ഇസ് ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ്. ഇറ്റ്സ് എ വാട്ടറി എൻസൈമാറ്റിക് ഡൈജസ്റ്റീവ് ഫ്ലൂയിഡാണ്. നമ്മുടെ സ്റ്റൊമക് ഡൈജഷൻ പോലെ ഒരു ഡൈജസ്റ്റീവ് ഫ്ലൂയിഡാണ് ഇതിൻ്റെ താഴെയുള്ളത്. അപ്പോൾ നമ്മൾ ഫീൽഡിൽ ചെന്നിട്ട് തുറക്കുന്നതിന് മുമ്പേ അൺഓപ്പൺഡ് പിക്ചറിൽ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പ്രസ് ചെയ്താൽ കയ്യിലേക്കൊരു ഫോഴ്സ് തിരിച്ചു തരും. കയ്യിലൊരു ചെറിയ പ്രഷർ തിരിച്ചു തരും. ഒന്നുകൂടെ നമ്മൾ പ്രസ് ചെയ്താൽ അത് ബ്രേക്ക് ആവും. അപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ നോക്കിയപ്പോൾ ഇത് ഞങ്ങളുടെ പ്രധാന കാര്യമല്ലെങ്കിൽ ഇതിപ്പം ഞങ്ങൾ വളരെ ക്യൂരിയോസിറ്റിയോടെ ചെക്ക് ചെയ്യുന്നൊരു വിഷയമായി മാറി. ഞങ്ങളിത് നോക്കി, ഇത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്താലും ദർ ഇസ് സ്ലൈറ്റ് പ്രഷർ വിതിൻ ദ പിക്ചർ. അപ്പോൾ ലിറ്ററേച്ചർ നോക്കുമ്പോൾ ഇതാണ് രേഖപ്പെടുത്തിയിരിക്കാൻ നോക്കുമ്പോൾ ഇത് എംറ്റി ആണ്. ഡൈജസ്റ്റീവ് ഫ്ലൂയിഡിന് മുകളിൽ ടോപ്പ് പോർഷൻ വരെ എംറ്റി ആണ്, ഇത് ശൂന്യമാണെന്നാണ് ഇതിൽ പറയുന്നത്. വി ഹാവ് ഡിസൈഡഡ് ടു ലുക്ക് ഇൻ ടു ദിസ് ആൻഡ്
ഹാവ് തോട്ട് ലൈക്ക് ദർ ഇസ് സം കൈൻഡ് ഓഫ് ഗ്യാസ് അബൌവ് ആ ഫ്ലൂയിഡിന് മുകളിൽ ഒരു ഗ്യാസ് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്തോ ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗ്യാസ് അനാലിസിസ് എന്ന പ്രോഗ്രാമില്ല, ഞങ്ങൾക്ക് അതിന് ഫെസിലിറ്റീസ് ഇല്ല. ഞങ്ങളന്ന് നാഷണൽ സെൻറ്റർ ഓഫ് എർത്ത് സയൻസിലെ ഡോക്ടർ ഇ ജെ സക്കറിയയോട് ചോദിച്ചു. ഈ വിഷയം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഗ്യാസ് അനാലിസിസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. അറ്റ്മോസ്ഫറിക് സയൻസസിൻ്റെ ഹെഡാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയിൻ തുടങ്ങിയ ഗ്യാസസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ TBGRയിൽ നിന്ന് പാലോടുന്ന ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെഹിക്കിളിൽ ഈ ട്രാപ്സ് കളക്ട് ചെയ്യും. രാവിലെ ഇവിടെ വരെ വരും. ഇത് 2 വർഷത്തോളം ഞങ്ങൾ ഈ അനാലിസിസ് കണ്ടിന്യൂ ചെയ്തു. ബട്ട് ഇനിഷ്യലി വെൻ വി ഗോട്ട് ദ റിസൾട്ട്സ്, Dr. Sakaria was surprised because the trap is not empty. Above the digestive fluid, before opening, when it is a sealed chamber, it is not empty. It has 4,000 ppm of carbon dioxide in that. Atmospheric carbon dioxide. Carbon dioxide is a big greenhouse gas. It's a big villain across the globe. കാരണം നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് 270 ppm ഓൺ സർഫസ് ഓഫ് എർത്ത്. നൗ ഇറ്റ് ഈസ് 424 ppm റഫ്ലി. അതാണ് നമ്മൾ ഈ ഗ്ലോബൽ വാർമിങ്ങും ഈ ഗ്രീൻലാൻഡിലുള്ള ഐസിൻ്റെ മെൽറ്റിങ്ങും ഒക്കെ പാർഷ്യലി വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിലാണ്. ഇത് വളരെ വൈഡ്ലി ഡിസ്കസ്ഡ് സബ്ജക്റ്റാണ്. ഒരുപാട് ഗവേഷണം നടക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഈ ട്രാപ്പിനുള്ളിൽ ബിഫോർ ഓപ്പണിംഗ് വി ഹാവ് 4,000 ppm ഓഫ് കാർബൺ ഡയോക്സൈഡ്. ദാറ്റ്സ് എ ന്യൂ ഡിസ്കവറി. So we have tested in number of traps, number of species. Everything has, Nepenthes has high content of carbon dioxide within that. So carbon dioxide is an insect attractant. അത് ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നൊരു ഗ്യാസാണ്. വളരെ സ്ലോ ആയിട്ട് എമിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇറ്റ് സ്ലോലി എമിറ്റ്സ് കാർബൺ ഡയോക്സൈഡ് വിച്ച് ഹാസ് എ ഗ്രേഡിയൻറ്റ് അബോവ് ദ അറ്റ്മോസ്ഫറിക് കാർബൺ ഡയോക്സൈഡ്. ഈ അറ്റ്മോസ്ഫറിക് കാർബൺ ഡയോക്സൈഡ് അല്പം ഉയർന്നു നിൽക്കുന്ന കാർബൺ ഡയോക്സൈഡ് ട്രാപ്പിൽ നിന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് എമിറ്റ് ചെയ്യും. ആ സമയത്ത് അത് ഞങ്ങൾ മെഷർ ചെയ്തപ്പോൾ ആ സമയത്ത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഇതിലൂടെ പമ്പ് ചെയ്യുമ്പോൾ കൂടുതലായി പ്രാണികളെ ഈ ട്രാപ്പ് അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വൈറ്റ് ആക്സിഡൻ്റലി ഫൗണ്ട് ദ ബ്ലൂ ഫ്ലൂറസെൻസ് എമിഷൻ. സെക്കൻഡ്ലി, ഇറ്റ് ഹാസ് ബീൻ റിക്കോർഡഡ് ദാറ്റ് ദ ട്രാപ്പ് ഈസ് എംപ്റ്റി above the pitch of fluid, but it's not empty. It has 4,010 times the atmospheric carbon dioxide within that. Carbon dioxide is a big problem in plant systems because കാർബൺ ഡയോക്സൈഡ് കൂടുതലുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും, പ്ലാന്റ്സ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കും, പ്രോട്ടീൻ കുറയും, നൈട്രജൻ്റെ സംഭവം കുറയും. ഇപ്പോൾ ഗ്ലോബിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെയും നൈട്രജൻ കണ്ടൻറ്റ് കുറയുകയും ഷുഗർ കണ്ടൻറ്റ് കൂടാനും കാർബോഹൈഡ്രേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. ദിസ് ഇസ് in huge studies going across the globe. But this plant, small trap, has 4,000 ppm of carbon dioxide, which is an insect attractant. അപ്പം ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ ഇതാണ് രാജ, which is big. A trap itself can hold 3 liters of fluid. അത് വളരെ വലുതാണ്. അതിൻ്റെ ഫ്ലൂയിഡ് തന്നെ 3 liters ആണ്. അറ്റൻബറോയ് 2 liters ആണ്. Palavensis is another big trap, which is 2 liters, which is Philippines based, and this is the Indian one, which is very, very small. The digestive fluid only 3.25 ml. വളരെ ചെറുതാണ് ഈ ട്രാപ്പ്. അതിൻ്റെ ഡയമെൻഷൻസിലല്ല ഞാൻ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ മറ്റൊരു കാര്യം, ആ ടോപ്പ് സ്പോട്ടിലാണ് ഇതിൻ്റെ പ്രേ ക്യാപ്ചറിൻ്റെ എല്ലാ ഗിമിക്സും നടക്കുന്നത്. എല്ലാ ടെക്നിക്സും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസെക്ട് ലാൻഡിങ് സ്പോട്ടിലാണ്. അതിന് താഴെ കാണുന്ന ഉള്ളിലുള്ള പോർഷൻ ഒരു സ്ലിപ്പറി സോണാണ്. ഇറ്റ്സ് വാക്സി. ഇറ്റ്സ് എ ഹ്യൂജ് അഡാപ്റ്റേഷൻ. ഇറ്റ് സ്ലിപ്സ് ഡൗൺ. And the bottom portion is just like the stomach. It's a digestive zone. So 3 different areas in trap. One is top, the capture spot. Second is a slipping spot region. And the third is the digestive, sorry, there is a spelling mistake. It's a digestive zone. So, ingane 3 different zones ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ സർപ്രൈസ് എന്ന പോലെ ഹൈ ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇസ് ഇൻ ദാറ്റ്. So that has been published in the Nature Group Journal Scientific Reports in 2017. അപ്പം ഞങ്ങൾ ഒരിക്കലും ഇതൊരു ഇക്കോളജിക്കൽ സബ്ജക്റ്റാണ്. ഇത് ഞങ്ങൾ പറയുന്ന പ്ലാന്റ് ഇക്കോളജിയോ അല്ലെങ്കിൽ കെമിക്കൽ ഇക്കോളജി എന്ന് പറയും. ഞങ്ങൾ ഒരിക്കലും ഇതിനു മുമ്പ് കെമിക്കൽ ഇക്കോളജി ചെയ്തിട്ടില്ല. ഞങ്ങൾ പ്ലാന്റ്സിൽ നിന്ന് കെമിക്കൽ മോളിക്യൂൾസ് വേർതിരിച്ചെടുത്ത് അതിൻ്റെ ബയോളജിക്കൽ പ്രോസ്പെക്ട്സ് നോക്കുന്നൊരു ഗ്രൂപ്പായിരുന്നു. ബട്ട് വി ഹാവ് ഡിസൈഡഡ് ടു സ്പെൻഡ് മോർ ടൈം ഓൺ ദിസ് പർട്ടിക്കുലർ സബ്ജക്ട് ബിക്കോസ് ഇറ്റ്സ് ഫാർ മോർ ഇൻട്രസ്റ്റിംഗ്. കാർബൺ ഡയോക്സൈഡിന് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഈ താഴെയുള്ള ഫ്ലൂയിഡ് നമുക്കറിയാം, സോഡ വാട്ടറിൽ കാർബൺ ഡയോക്സൈഡ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡിസോൾവ്സ് ഇൻ ദ ലിക്വിഡ് ആൻഡ് ഇറ്റ് ബിക്കംസ് ആസിഡിക്, കാർബോണിക് ആസിഡ് ആവും. അപ്പോൾ ഈ പിക്ചർ ഫ്ലൂയിഡിലെ എൻസൈം വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ആസിഡിക്. അപ്പോൾ ഇതിൽ ഡിസോൾവ് ചെയ്യുകയും
ആ പിച്ച ഫ്ലൂയിഡിനെ ആസിഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊരു പ്രിസർവേറ്റീവാണ്. വേറെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാം. ഈ പ്ലാന്റിൻ്റെ ഒക്കെ ലീഫിൽ സ്റ്റൊമാറ്റ എന്നൊരു കാര്യമുണ്ട്. അത് നമ്മുടെ വിൻഡോ പോലെയാണ്. അതിനകത്ത് വാട്ടർ വേപ്പറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ പോകാനായിട്ടുള്ളൊരു പാസേജാണ്. ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് സിനേറിയോയിൽ സ്റ്റൊമാറ്റ വിൽ ബി ഹൈലി മോഡിഫൈഡ്. ഇത് ഭയങ്കരമായിട്ട് മോഡിഫൈഡ് ആയിരിക്കും. ഇതിൻ്റെ കണ്ടാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ദിസ് ഇസ് ഹൈലി മോഡിഫൈഡ്. ഇതിൽ 2 ഗോഡ് സെല്ല് കാണേണ്ടതാണ്, 2 അപ്പർ ലോവർ ഇത് കാണേണ്ടതാണ്, ഒരെണ്ണം കാണാനേ ഇല്ല. വിച്ച് ഇസ് ഹൈലി മോഡിഫൈഡ് ഇൻ ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ്. സോ ദിസ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് ഹ്യൂജ് എഫക്ട്സ് ഓൺ ദിസ് ബിക്കോസ് ഇറ്റ്സ് the trap growth rate is high. Secondly, the pitcher fluid is acidic. Third is ഇതൊരു ഇൻസെക്റ്റിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു അട്രാക്റ്റൻ്റ് ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഈ ടിഷ്യൂസിൻ്റെ, ആ ട്രാപ്പിൻ്റെ ടിഷ്യൂസിൻ്റെ റെസ്പിറേഷനിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുവരാൻ പറ്റും. ഇതിലെ പ്രോട്ടീൻ ലെവൽ കുറയ്ക്കാം, അമിനോ ആസിഡ് ലെവൽ കുറയ്ക്കാം, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി കുറവാണ്. അങ്ങനെ സെക്കൻഡ് ഡിസ്കവറി കാർബൺ ഡൈ ഓക്സൈഡ് എൻറിച്ച്ഡ് ആയിട്ടുള്ള കാവിറ്റീസ് ആണത്. പക്ഷേ ഇത് നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ ഇത് പ്രാണികളെ അട്രാക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ഫൈൻഡിങ് ആയിട്ട് ഞങ്ങളത് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ BBC for example, if you Ella Morgan in BBC, she's a researcher in BBC Natural History Unit. She wrote to me saying that I came across your fascinating study on pitcher plant fluorescence in 2012 and more recently on Nepenthes emissions of carbon dioxide to attract it. They wanted to make a documentary on this on BBC, and then it's still going on. It's still going to, I'll come to that, in Asia Times and globally and the Hindu and നമ്മൾ ഇതിലേക്ക് നോക്കി ശരിക്കും ശ്രദ്ധിച്ചാൽ നമ്മൾ ഇതൊരു പ്രത്യേക ഇൻഫ്രാറെഡ് തെർമോഗ്രാഫി എന്നൊരു ടെക്നിക്ക് വെച്ചിട്ട് രാത്രിയിൽ ഈ ട്രാപ്പ് ഓപ്പൺ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. രാത്രിയിൽ പോയി ഇത് മോണിറ്റർ ചെയ്ത് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിൽ ബ്ലൂ കാണുന്നതാണ് ഏറ്റവും കൂളസ്റ്റ് പോർഷൻ. wherever there is blue, just in simple terms, blue is the coolest portion and yellow is the hottest portion. നൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ്ലി അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് ഇത് ഹ്യൂമിഡ് ബ്ലൂ കളറായിരിക്കും. ഇറ്റ്സ് കൂൾ, കംപ്ലീറ്റ് ദ ഹോൾ ട്രാപ്പ് ഇസ് കൂൾ. ആൻഡ് കൂൾ സിനേറിയോയിൽ അത് ഓപ്പൺ ആകുമ്പോഴും ഈവൻ ഇൻ ദ മോർണിംഗ് ആ ടോപ്പ് പോർഷൻ ഇസ് ദ കൂളസ്റ്റ് പോർഷൻ. അത് തണുപ്പ് റീറ്റെയിൻ ചെയ്യും, മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യും. പ്ലസ് ദർ ഇസ് ഷുഗർ ഇസ് ഹൈഗ്രോസ്കോപ്പിക്, അത് മോയ്സ്ചറിനെ ഇത് അബ്സോർബ് ചെയ്യും. പ്ലസ് അവിടെ പ്രത്യേകമായ സർഫസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് മോയ്സ്ചർ പിടിക്കും. മോയ്സ്ചർ പിടിച്ചാലുള്ള പ്രത്യേകം എന്താണെന്ന് അറിയാമോ? നമ്മൾ തന്നെ ഫ്ലോറിൽ നടക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിൽ പ്രത്യേകം പറയും പ്രായമായവരോട് വളരെ സൂക്ഷിക്കണം, നമ്മൾ സ്ലിപ്പാവുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഫ്ലൈറ്റ് ഇസ് ലാൻഡിങ് ഓൺ എ റൺവേ, അവിടെ മഴ പെയ്ത് റൺവേയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ആ കോൺസെപ്റ്റിന് അവർ പറയും അക്വാപ്ലൈനിങ്. ഒരു പ്ലെയിൻ ഒരു ലെയർ ഓഫ് വാട്ടർ ഇഫ് ഇറ്റ് ഇസ് ദെയർ, ദ സിനേരിയോ ഇസ് എഞ്ചിനീയറിംഗ്ലി ഡിഫറെൻറ്റ്. എഞ്ചിനീയറിംഗ് പ്രോസ്പെക്ട്സിൽ ഇത് ഡിഫറെൻ്റ് ആണ്. ഇറ്റ് മൈറ്റ് സ്ലിപ്പ്. അപ്പോൾ ഈ വെറ്റ് സിനേറിയോയിൽ ഈ ട്രാപ്പിൻ്റെ ടോപ്പിൽ നിന്ന് 60% ബ്രേക്ക് ക്യാപ്ചർ കൂടുതലാണ്. അപ്പോൾ ഇതെപ്പോഴും ഇത് കാണുന്നത്, ഈ പ്ലാന്റ്സ് കൂടുതൽ കാണുന്ന ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയറുള്ളിടത്താണ്. അപ്പോൾ ഇതിൻ്റെ മോയ്സ്ചർ ടോപ്പിൽ ഇത് ഷുഗർ കൊണ്ടും ഹ്യൂമിഡിറ്റി കൊണ്ടും ഇതിൻ്റെ സർഫസ് സ്ട്രക്ചർ കൊണ്ടും ഇത് വളരെ കൂളായിട്ട് റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ട്രാപ്സിനെ ക്യാപ്ചർ ചെയ്യാനുണ്ട്. അത് വലിയ ഒരു പ്രത്യേകമായ ഒരു അഡാപ്റ്റേഷനാണ്. ഇനിയാണ് ഞാൻ ഒരു കാര്യം കൂടാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഈ പ്രാണി ഇൻസെക്റ്റ് വരുന്നത് ഇതിൻ്റെ നെക്ടർ എടുക്കാനാണ്. അതിൻ്റെ റിവാർഡാണ് നെക്ടർ. അപ്പോൾ ഈ കാർണിവോറസ് പ്ലാന്റിൽ എപ്പോഴും റൈറ്റ് ഫ്രം ഡാർവിൻസ് ടൈം ടിൽ നൗ ദ നെക്ടർ ഹാസ് ബീൻ റെക്കോർഡഡ് ആസ് എ റിവാർഡ്. അതൊരു വരുന്ന പ്രാണിക്ക് ഒരു റിവാർഡായിട്ട്, അതിൻ്റെ ന്യൂട്രീഷ്യസ് റിവാർഡായിട്ടാണ്, അതിൻ്റെ ഫുഡായിട്ടാണ് ഇതിനകത്ത് കരുതിയിരുന്നത്. പക്ഷേ ഞങ്ങളത് വിശ്വസിച്ചു, ഞങ്ങളത് പരിശോധിക്കേണ്ടെന്ന് ആദ്യം കരുതിയതാണ്. Ultimately, we decided to verify this. We wrote a project to DST, Self Funding Agency. We got a program, and then institute funding. We have decided to look into the nectar. What is the chemistry of the nectar? Nectar has normally numerous things: sugars, amino acids, proteins, phenolics, alkaloids. വളരെ കോംപ്ലക്സ് ആയ ഒരു കെമിക്കൽ സിസ്റ്റമാണ് ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിലുള്ള നെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം ഞങ്ങൾ നോക്കിയത് ഈ നെക്ടറിന് ഈ ഇൻസെക്റ്റിനെ ക്യാപ്ചർ ചെയ്യാൻ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നെക്ടർ ഇസ് സിവിയർലി ടോക്സിക്. അഗൈൻസ്റ്റ് ദ റിപ്പോർട്ട്, ഇറ്റ്സ് നോട്ട് എ റിവാർഡ്, ഇറ്റ്സ് എ ടോക്സിക് മെറ്റീരിയൽ വിച്ച് ഈസ്. അപ്പോൾ ആ ടോക്സിസിറ്റി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. നല്ല ടോക്സിസിറ്റി ഉണ്ട് അതിന്. അപ്പോൾ ഇതിനെല്ലാം ഈ ട്രാപ്പ് കൂടാതെ ഇതിന് ഫ്ലവറും ഉണ്ട്.
On the other side, it has pollination വേണ്ടി flower ഉണ്ട്. On left side, it has the trap where it is trapping insects. അപ്പം ഞങ്ങൾ നോക്കി ഈ ഫ്ലോറൽ നെക്ടറിൽ, അതിന് ഫ്ലവറിൽ നെക്ടർ ഉണ്ട്, ട്രാപ്പിൽ നെക്ടർ. ഫ്ലോറൽ നെക്ടർ വിഷാംശമുണ്ടോ? വിഷാംശമില്ല. അപ്പോൾ പ്ലാന്റിന് പോളിനേഷൻ നടക്കേണ്ടത് ആവശ്യമാണ്. അറ്റ് ദ സെയിം ടൈം ഈ നെക്ടറിൽ വിഷം കലർത്തി ഈ പ്രാണിയെ ട്രാപ്പ് ചെയ്യേണ്ടതും അതിൻ്റെ ഒരു എവല്യൂഷണറി സർവൈവലിന് ആവശ്യമാണ്. നമ്മളിത് വളരെ ക്ലോസ് ആയിട്ട് പരിശോധിച്ചാൽ, ഇതൊക്കെ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അപ്പേർച്ചേഴ്സ് ഇറ്റ്സ് റിയലി ഹ്യൂജ്. ഇതതിൻ്റെ ഗ്ലാൻസ് ആണ് അതിൻ്റെ ലിഡിലുള്ളത്. ഇത് നെക്ടറയാണ്. നെക്ടറി അതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ പെരിസ്റ്റോമിൻ്റെ ഉള്ളിൽ വരെ ചെന്നാൽ മാത്രമേ നമുക്ക് നെക്ടറെ കിട്ടത്തുള്ളൂ. ഇത് ലിക്വിഡ് സോണിലെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിന് സിഗ്നിഫിക്കൻറ്റ് ടോക്സിസിറ്റി ഉണ്ട്. അപ്പോൾ ബീയിങ് എ കെമിസ്ട്രി ഗ്രൂപ്പ്, വി ഹാവ് ഡിസൈഡ് ടു വാട്ട് ഈസ് കോസിങ് ദിസ് ടോക്സിസിറ്റി. ഈ നെക്ടറിൽ ഈ ടോക്സിറ്റി കൊടുക്കുന്നത് എന്താണ്? ഞങ്ങൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അതിൽ നിന്ന് മാറ്റിയെടുത്തു. ഇത് ഞങ്ങൾ പറയും ഇതൊരു നാഫ്തോക്വിനോൺ ആണെന്ന് പറയും. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് which has been isolated from the traces of nectar has been tested for toxicity. ഇതിന് ടോക്സിറ്റി ഉണ്ടോ എന്ന് നോക്കി. നെക്ടർ ഈസ് ടോക്സിക്, വി ഹാവ് കൺഫേംഡ്. ഈ മോളിക്യൂളിന് ടോക്സിറ്റി ഉണ്ടോ? ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ടോക്സിക് ടു ഇൻസെക്ട്സ്. സിഗ്നിഫിക്കൻ്റ്ലി ടോക്സിക് ടു ഇൻസെക്ട്സ്. സോ ഇറ്റ്സ് നോട്ട് എ റിവാർഡ്, ഇറ്റ്സ് ബേസിക്കലി എ ടോക്സിൻ. ഇതൊരു ടോക്സിനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ആ ഫ്ലവറിലുള്ളത് നോൺ ടോക്സിക് നെക്ടറാണ്, പക്ഷേ ഇതിലുള്ളത് ടോക്സിക് നെക്ടറാണ്. ഞാൻ പറഞ്ഞു 84 million years ago, 800+ species of plants adapted into some genetic modifications have happened. They had some extraordinary appendages to capture insects. They are higher order organisms. By all these techniques on the top, ഞാൻ ആ മുകളിൽ റെഡ് മാർക്കിൽ വരച്ചിരിക്കുന്ന ഈ ടെക്നിക്സ്, നെക്ടർ ഉണ്ട്, നെക്ടർ ടോക്സിക് ആണ്, ടോക്സിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ബ്ലൂ ഫ്ലൂറസൻസ് ലൈറ്റ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ട്, സ്മെൽ എമിറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ ഹ്യൂമിഡിറ്റി ഉണ്ട്, വെറ്റബിൾ സർഫസ് ആണ്, സർഫസ് വെറ്റബിൾ ആണ്. By packing all these techniques on top of the landing spot, these plants are capturing insects. Why do they do this? They are doing this because they are generally found in nutrient poor soil ആണ് ഇത് ഗ്രോ ചെയ്യുന്നത്. ന്യൂട്രിയൻസ് വളരെ കുറവുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഇത് വളരുന്നത്. അവിടെ the question of survival is only being answered through capturing the insects and digesting them and taking the nutrients for their survival. അതൊരു ഹ്യൂജ് അഡാപ്റ്റേഷനാണ്. അപ്പം ഞങ്ങൾ തന്നെ പേപ്പർ തന്നെ ഞങ്ങൾ ടൈറ്റിൽ ചെയ്തു, വിച്ച് ഹാസ് ബീൻ പബ്ലിഷ് ലാസ്റ്റ് ഇയർ. ഇറ്റ്സ് നോട്ട് എ റിവാർഡ്, ഇറ്റ്സ് എ ബെറ്റ്. നമ്മൾ നാട്ടിലൊക്കെ ഈ എലികളുടെ ശല്യം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തി വെക്കും. വിഷം കലർത്തി വെക്കും. സിമ്പിൾ എക്സാമ്പിളാണ്. സോ ഇത് നെക്ടർ ഇസ് ഷുഗറി. ഇറ്റ് ഹാസ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് വേരിയസ് ഷുഗേഴ്സ്, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, മിനിമൽ അമിനോ ആസിഡ്സ്, ബട്ട് ഇറ്റ് ഹാസ് എ ടോക്സിൻ ഇൻ ദാറ്റ്. അത് വിഷം കലർത്തിയ ഒരു 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 സബ്സ്റ്റൻസ് ആണ് അതിൻ്റെ സർഫസിൽ കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് എ ഹ്യൂജ് സ്ട്രാറ്റജി ടു ക്യാപ്ചർ ദ ഇൻസെക്ട്സ്. അപ്പം ഞങ്ങളിത് പബ്ലിഷ് ചെയ്തപ്പോൾ immediately science has written a documentary, Science magazine has written a documentary on this. They said it's a toxic bait. Other bait ആണ്, it's toxic ആണ്, and there are neurotoxins in that. So we have three major findings. One is the blue light emission, second is the carbon dioxide blue light emission, second is the carbon dioxide emission, third is against the belief nectar is toxic, and it has gone to National Geographic. ആൻഡ് ഈ ഫ്ലൂയിഡിലും ഈ ബ്ലൂ കളറുണ്ട്. ഫ്ലൂയിഡിലും ഞങ്ങൾ ഇതുപോലെ കുറച്ച് ടോക്സിക് കോമ്പൗണ്ട്സ് കണ്ടു. അതും ന്യൂറോടോക്സിക് കോമ്പൗണ്ട്സ് ആണ്. ഇപ്പോൾ താഴെ ഈ സ്ലിപ്പ് ചെയ്ത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഡെത്ത് എൻഷുർ ചെയ്യുന്ന ന്യൂറോടോക്സിക് കോമ്പൗണ്ട്സ് ഈ ഫ്ലൂയിഡിലും ഉണ്ട്. അതിൽ വേറെ 1-2 റിലേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. സോ ഇതൊരു കളക്റ്റീവ് മൾട്ടി ലെവൽ സ്ട്രാറ്റജി ഓഫ് ദ പ്ലാന്റ് ടു അട്രാക്ട്, ടു ക്യാപ്ചർ, ടു സ്ലിപ്പ് ആൻഡ് ഫൈനലി ഡൈജസ്റ്റ് ആൻഡ് ടേക്ക് ദ ന്യൂട്രിയൻസ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ ഇനി എൻ്റെ കുറച്ചൊരു 5 മിനിറ്റോടെ ഫസ്റ്റ് സ്റ്റോറിയിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ഞാൻ 3 മേജർ ഒന്ന് ബ്ലൂ ഫ്ലൂറസൻസ് എമിഷൻ, സെക്കൻഡ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ ലെവൽസ്, തേർഡ് ഇസ് ദ നെക്ടർ ഇസ് ടോക്സിക്. ഹ്യൂജ് അഡാപ്റ്റേഷൻസ്. ഞങ്ങളിത് 2013 കണ്ടെത്തിയത് ഫ്ലൂറസൻസ്. ഇതിന് ശേഷം ഡെഫിനറ്റ്ലി വെൻ സംതിങ് ന്യൂ ഇസ് കമ്മിങ് അപ്പ്, there will be two sides, opinion will be two sides. Like one thing was it's a big new finding. Second is how strong is the visual signal. അതായത് ഒരു ഫീൽഡ് സിനേറിയോയിൽ ഇത് ഇൻസെക്റ്റ് എത്രത്തോളം കാണുന്നുണ്ടെന്നുള്ള. മറ്റ് ലൈഫിൽ ഭൂമിയുടെ സർഫസിലുള്ള മറ്റ് ലൈഫ് ഫോംസിൽ പലതും ഫ്ലൂറസ് ചെയ്യും,
പലതും ഫ്ലൂറസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് ഇൻ ഷാർക്ക്, ദേ ആർ ഗ്രീൻ ഫ്ലൂറസെൻറ്റ്. ദീസ് ആർ chameleons, frogs, pumpkins, frogs again, these are snakes. They are all fluorescent. Seahorses, lot many studies are coming up with fluorescence in multiple terrestrial organisms and marine organisms. Underground, water, below water, there are numerous life forms. Most of them are fluorescent. The point is, why do they fluoresce and how strong is the fluorescence? ഇതെന്തിന് ഫ്ലൂറസ് ചെയ്യണം, എത്ര ശക്തമാണ് ഈ ഫ്ലൂറസൻസ്, എന്തിനാണ്? ഫോർ എക്സാമ്പിൾ, ഒരു എനിമിയിൽ നിന്ന് മാറാനായിരിക്കാം, സെക്ഷൽ മെസ്സേജസ് കൺവേ ചെയ്യാനായിരിക്കാം, ഫുഡിലെത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് ഈ ലൈറ്റ് എമിറ്റ് ചെയ്യും. പക്ഷെ ഇൻ മോസ്റ്റ് സിനേറിയോസ് ഓൺ ടെറസ്ട്രിയൽ ഓർഗാനിസംസ്, ഇൻ ഫ്ലവേഴ്സ് ആൻഡ് അതർ ടെറസ്ട്രിയൽ സിസ്റ്റംസ്, ദ ലൈറ്റ് എമിഷൻ ഇസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ബി വിഷ്വലൈസ്ഡ് ബൈ അതർ ഓർഗാനിസംസ്. മറ്റുള്ളവർക്ക് നമുക്ക് കാണുമ്പോൾ നമ്മൾ വിൻ അവർ എക്യുപ്മെൻറ്റ്സ് വെൻ വി സീ ഇറ്റ്, ഇറ്റ്സ് വണ്ടർഫുൾ. ബട്ട് ഇൻ എ ഫീൽഡ് സിനറിയോ ദേ ആർ നോട്ട് ഗുഡ് ഇനഫ്, ദേ ആർ നോട്ട് പവർഫുൾ ഇനഫ്. അപ്പം ഞങ്ങളുടെ കണ്ടെത്തൽ, ഞങ്ങൾ അന്ന് തുടക്കത്തിൽ ഇത് ഈ ലൈറ്റ് ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. സോ ഓവർ last 12 years discussion on this on various platforms, we have decided to look into this. How strong is this visual signal? ഇത് ഇൻസെക്റ്റിന് എത്ര ശക്തമായിട്ട് ഇത് കാണാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം, ഇൻ ഫ്യൂച്ചർ ഇഫ് യു ഇൻട്രഡ്യൂസ് ഈ ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ജീൻസ് ഞാൻ ഒരു നോർമൽ പ്ലാന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ദ പ്ലാന്റ് മൈറ്റ് ഗ്ലോ. ആ പ്ലാന്റ് ഗ്ലോ ചെയ്യാം, അത് ലൈറ്റ് എമിറ്റ് ചെയ്യാം. സോ സയൻസ് ഇസ് അപ് ടു ദാറ്റ് പോയിന്റ്, producing fluorescent plants to lure and trap insect pests. And scientists create glow in the dark plants. ഒരു ലൈറ്റും ഇല്ലാത്ത പ്ലാന്റ്സിൽ സയൻറ്റിസ്റ്റ് ക്യാൻ ക്രിയേറ്റ് ഗ്ലോ. ദാറ്റ് മീൻസ് സ്ട്രീറ്റ് ലൈറ്റ്സ് മൈറ്റ് ഗോ ഓഫ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. സേ ഹിയർ, നാനോ ബയോണിക് പ്ലാന്റ്സ് മൈറ്റ് ഓൺ ദേ റീപ്ലേസ് സം ഇലക്ട്രിക്കൽ ലൈറ്റിംഗ്. സോ ഇറ്റ്സ് കമ്മിങ് അപ്പ്, ഇറ്റ്സ് ഇൻ ദ പ്രിലിമിനറി സ്റ്റേജ്, ഇറ്റ് ഈസ് ദെയർ, ഇറ്റ്സ് ഓൾറെഡി ദെയർ. നമ്മൾ ഈ ജനറ്റിക് മെറ്റീരിയൽ നോർമലി നിൽക്കുന്ന ഒരു പ്ലാന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ഓൺ സ്ട്രീറ്റ് പ്ലാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ഇറ്റ് മൈറ്റ് ഗ്ലോ. അത് ലൈറ്റ് എമിറ്റ് ചെയ്യും സ്ട്രീറ്റ് ലൈറ്റ്സിന് പകരം. This is a movie, this is a picture from Avatar 1 and 2, where there is a plant with huge tendrils. The traditional people go and pray under this tree, which has huge tendrils, has blue lighting. This is the movie Avatar. ഞങ്ങളൊരു കാര്യം ഡിസൈഡ് ചെയ്തു, ഇതെന്താണ് ഈ പ്ലാന്റിൽ, ഞങ്ങളുടെ പ്ലാന്റിൽ ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്, എത്ര ശക്തമാണത്? ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിൽ ഒരാളല്ല, അതൊരു കെമിക്കൽ പ്രൊഫൈലാണ് അതിൻ്റെ. അതിൽ മൾട്ടിപ്പിൾ സിഗ്നൽസ് ഉണ്ട്, പല കളർ, പിങ്ക്, റെഡ്, ബ്ലൂ, ഗ്രീൻ എക്സെട്ര. ഞങ്ങളതിൻ്റെ ഒരു പവർ മെഷർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളത് ശരിക്കും കെമിസ്ട്രിക്കാർ പറഞ്ഞ ഫ്ലൂറസെൻസിൻ്റെ ക്വാണ്ടം മെഷർ ചെയ്യാൻ തുടങ്ങി. സോ ദിസ് ഇസ് ദ ബ്ലൂ വിച്ച് ഇസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. ആ ഹാലോ, ഒരു ബ്ലൂ ഹാലോ ഉണ്ട്. ദിസ് ഇസ് ദ ഗ്രീൻ. ഇറ്റ്സ് സോ സ്ട്രോങ്, ദ ബ്ലൂ ഈസ് സോ സ്ട്രോങ്. ഞങ്ങളതിൻ്റെ ക്വാണ്ടം മെഷർ ചെയ്തപ്പോൾ ഇത് വളരെ ശക്തം. ഹിസ് ക്വാണ്ടം ഇസ് 40, which is probably the most significant emission signal from a natural product, a small molecule on the surface of Earth. So this is a very strong signal being emitted by this plant. On any measurement, on any scale, it's a strong signal. And the fluid is also blue, which has a very weak signal. ഇത് നമ്മളൊരു മൈക്രോസ്കോപ്പിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, this is confocal microscopy. The surface is blue with microstructures. ആൻഡ് ഇത് മറ്റൊരു ടെക്നിക്കാണ്, ഫ്ലൂറസെൻസിൻ്റെ ലൈഫ് ടൈം ഇമേജിംഗ് ആണ്. ഇത് നമ്മൾ നോക്കിയത് വേർതിരിച്ച് കാണാം, താഴെ റെഡും മുകളിലെ ബ്ലൂവും കാണാം. ഇനി ഞാൻ വളരെ ഇൻസെക്ട്സിനെ പറ്റി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റാണ് ഇൻസെക്ട്സ്. ഈ ഇൻസെക്ട്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഓർഗാനിസം ആണെങ്കിലും അവർക്ക് ചെറിയ ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ ഇസ് മോർ ഒപ്റ്റിമൈസ്ഡ് ദാൻ ഹ്യൂമൻസ്. ചെറിയ ബ്രെയിൻ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്രിയേഷനാണ് ഇൻസെക്ട്. അവരുടെ സെൻസിറ്റിവിറ്റി ടു ഹ്യൂമിഡിറ്റി, ടു കാർബൺ ഡയോക്സൈഡ്, ടു ലൈറ്റ്, വളരെ വേഗ് ഇമേജസ്, നമുക്ക് കാണാൻ പറ്റുന്ന വളരെ അൺക്ലിയർ ഇമേജസ്, ദേ ക്യാൻ പ്രോസസ് റിയലി വെൽ. അതിൽ നിന്ന് അവരൊരു സ്റ്റോറി ഉണ്ടാക്കും. അസ്യൂം ദാറ്റ് an insect going out in the night, how is it coming back to the home? അതിൻ്റെ ഡെൻറ്റിലേക്ക് ഇത് എങ്ങനെയാണ് തിരിച്ചു വരിക? ഇത് സ്റ്റഡി ചെയ്യുന്ന വിഷൻ ഇൻ ഡിം ലൈറ്റ്, ഇൻസെക്ട് വിഷൻ ഇൻ ഡിം ലൈറ്റ് സ്റ്റഡി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഐസറിലുണ്ട്. ആൻഡ് ദർ ഇസ് എ ഗ്രൂപ്പ് ഇൻ ലുണ്ട് ഇൻ സ്വീഡൻ, എറിക് വാറൻസ് ഗ്രൂപ്പ്. ദി സ്റ്റഡി ലൈക്ക് ഹൗ insects see in dim light. The finding is they can see very clearly, much better than humans in dim light. മാത്രമല്ല അവർക്ക് 3 kind of receptors ആണുള്ളത്. ഒന്ന് ഗ്രീൻ, ഒന്ന് ബ്ലൂ ആൻഡ് അൾട്രാവയലറ്റ്. They don't see red. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന റെഡ് they don't see. They only see the blue. ഇനി അതിൻ്റെ ലിഡ് ഒന്ന് നോക്കിയേ. ഇതിൻ്റെ ലിഡ് പോർഷൻ is also blue.
അത് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന പോലെ ബ്ലൂ ആണ്. ആൻഡ് ദെൻ ഞാനൊരു കാര്യം ചെയ്തു. അപ്പോൾ ഞങ്ങളിൽ ഒരുപാട് ഡേറ്റ ഉണ്ട്, കെമിക്കൽ ഡേറ്റ ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദിസ് ലൈറ്റ് വിച്ച് ഇസ് കമ്മിങ് ഫ്രം പ്രേ ട്രാപ്പ്. എന്നിട്ട് ഞാൻ ഇത് എയുടെ സമയമാണല്ലോ, അപ്പോൾ ഈ ഡേറ്റ എല്ലാം കൂടെ ഒരു ടൂളിൽ കൊടുത്തിട്ട് ഈ ട്രാപ്പ് റീഡ്രോ ചെയ്യാൻ പറഞ്ഞു. ടൂളിനോട് ഇത് വരച്ച് കാണിക്കാൻ പറഞ്ഞു. ഫ്രം ദ ഡേറ്റ, ഫ്രം അവർ ഡേറ്റ on the light, on the characteristic, physical characters, physico-chemical characteristics of the light, redraw the trap. This is what A has drawn back. So it is highly fluorescent from our data. Then ഞാൻ എയോട് തന്നെ ചോദിച്ചു, ആ ടൂളിനോട് ചോദിച്ചു, how significant is a visual signal? ഫീൽഡിൽ ഇത് എത്ര സ്ട്രോങ് ഒരു സിഗ്നലാണ്? ഇത് അൺഎഡിറ്റഡ് ആണ്. ഇത് എ പറഞ്ഞതുപോലെ നെപ്പൻ ദ പിക്ചേഴ്സ് എമിറ്റ് exceptionally strong blue fluorescence at 436 nanometer, precisely within insects' visual sensitivity, making it one of the most intense and ecologically significant plant visual. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ബ്ലൂവിൻ്റെ എമിഷൻ വരുന്നത് നമ്മൾ റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യുമെന്ന് പറയുന്ന പോലെ ഈസ് അറ്റ് 436 നാനോമീറ്റർ. ഇൻസെക്റ്റിൻ്റെ വിഷൻ മാക്സിമം അതിന് ഏറ്റവും കൂടുതൽ പവർഫുള്ളി കാണാൻ പറ്റുന്ന 436 ഇൻ ദ ബ്ലൂ. സോ ഇതിൻ്റെ എമിഷനും അതൊരു വലിയ ഹ്യൂജ് എവല്യൂഷൻ അഡാപ്റ്റേഷനാണ്. ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റും ഇൻസെക്റ്റ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റും ഹാസ് എ കോർഡിനേഷൻ ഇൻ ദർ വേവ് ലെങ്ത്. സോ അതൊന്ന് ചിന്തിച്ച് നോക്കി എത്ര സെൻസിബിളായിട്ടാണ് ഈ പ്ലാന്റ്സിൽ ഇതിൻ്റെ കെമിസ്ട്രി വർക്കൗട്ട് ആകുന്നത് എന്നുള്ളത്. സോ ലൈക്ക് ദിസ് ഇസ് എ സ്ട്രോങ് സിഗ്നൽ. ആൻഡ് ദർ ഇസ് എ പേഴ്സൺ ഇൻ UK, ഹി ഈസ് റൈറ്റിംഗ് എ ബുക്ക് ഓൺ ഫ്ലൂറസൻസ് ഫൈൻഡിങ്സ്, ഡേവിഡ് അറ്റോവേ. പുള്ളി അന്ന് ഞങ്ങൾക്ക് അദ്ദേഹം നമുക്ക് ഷെയർ ചെയ്ത പിക്ചേഴ്സാണ്. യെല്ലോ എമിറ്റിംഗ്, ലൈറ്റ് എമിറ്റിംഗ് ട്രാപ്സ് ഉണ്ട് മലേഷ്യയിൽ എന്ന് പറയും. This is only a back. Now 2 days back, I have seen a paper coming in Journal of Tropical Biology where they have found green yellow emitting traps. So we have seen multiple compounds in that with different emissions. പല കളറിലുള്ള ലൈറ്റാണ് ഇത് എമിറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ വേൾഡ്. ഇനി ഇതിനകത്ത് അല്പ ചില ക്യൂരിയോസിറ്റിയും കൂടെ. ഹാർവാർഡിൽ there is a lab which is the WIS Institute in Harvard. They make slippery membranes for medical applications, taking motivation out of this. ഇത് സ്ലിപ്പറി ആണെന്ന് കണ്ടിട്ട് മെഡിക്കൽ ആപ്ലിക്കേഷൻ സ്ലിപ്പറി മെംബ്രെയിൻസ് ഉണ്ടാക്കുന്നു. This is another one in Borneo where these bats are living within these traps. ഈ ട്രാപ്സിനകത്താണ് അവർ. It's a mutualistic interaction. This is another one. I said the Venus flytrap. It closes like when there is a hit. MITയിൽ ഒരു സ്റ്റഡി നടന്നു. എത്ര സമയം എടുക്കും ഇത് ക്ലോസ് ചെയ്യാൻ? 100 milliseconds. എന്നിട്ട് അവർ പറഞ്ഞു ദിസ് ഇസ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇൻ ദ പ്ലാന്റ് കിങ്ഡം. ഇത് പ്ലാന്റിൽ ഒരു ഫാസ്റ്റസ്റ്റ് മൂവ്മെൻ്റ് ആണ്. അങ്ങനെയല്ല, സയൻസ് ഇസ് റിയലി മൂവിങ് ഓൺ. ഇൻ 2011 അണ്ടർ വാട്ടർ അക്വാട്ടിക് സംഭവമുണ്ട് ഇതുപോലെ. അതിൻ്റെ ട്രാപ്സ് ആർ റിയലി faster than this, which is 5 milliseconds. So there are lots of things very unique in these plant systems on the surface of Earth. Darwin himself said like Venus flytrap is one of the most wonderful in the world. He also said, I care more about Drosera than about the... So there are different forms of carnivorous plants. They do something very special through their genetic adaptation, which has happened something like 84.8 million years ago. But they are only very minimal. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം ദൈവസൃഷ്ടിയിലെ വളരെ ചെറിയ ഒരു സ്പെറിക്കൽ ഗ്ലോബാണ് എർത്ത്. എർത്തിൽ തന്നെ 352,000 പ്ലാന്റ്സ് മാത്രമാണ്. ഇൻസെക്ട്സ് അതിലേറെ അധികമാണ്. അതിലൊരു വളരെ ചെറിയ ഗ്രൂപ്പിൻ്റെ സർവൈവൽ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. ഇനി വൈ ദ വേർഡ് ഡിസെപ്ഷൻ? ഇറ്റ്സ് എ ടോട്ടൽ ഡിസെപ്ഷൻ. എന്താ അറിയോ, ഈ നെക്ടർ വരുന്നത് വരെ, നെക്ടർ റിവാർഡാണെന്ന് കരുതിയിരുന്നത് വരെ അതിലൊരു റിവാർഡുണ്ട്, ഈ വരുന്ന ഇൻസെക്റ്റിന് ഒരു റിവാർഡുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു. ബട്ട് ഇറ്റ് ഈസ് എ ഡിസെപ്ഷൻ. ഇറ്റ് ഈസ് ജസ്റ്റ് ഡിസീവിങ് ദി ഇൻസെക്റ്റ് by giving a toxin in sugar. So this is, by all these techniques are deceptive. They are trapping the higher order organisms, insects, digesting them and taking the nutrients. So BBC is always following our studies. So Ella Morgan was again with us in 2024. So they say all 3 studies. Last time she said 2 studies, now we have 3 studies. They are going to make a documentary on this, surely, just like the Green Planet. And similar, the next documentary is coming up. And they are taking data. They are going to Borneo, where there are multiple species. So this will come in Planet Earth sequence globally. If anyone really interested in studying this, a global institute, studying how plants are interacting with insects, life,
human life and insects and other living organisms. This is a good stopping point in Jena in Germany, which is Max Planck Institute of Chemical Ecology. Very good institute there. They study this. And this is done by our research scholars and project fellows and staff members. And Genesis 1:11, God said. അങ്ങനെ സംഭവിച്ചു. ഈ സസ്യങ്ങൾ ദൈവം എല്ലാം സൃഷ്ടിച്ചു. അത്യപൂർവമായ ഈ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചു. Thank you so much.